500 വർഷം പഴക്കമുള്ള ഈ അമ്പലം പോർച്ചുഗീസുകാർ കൊച്ചി രാജകുടുംബത്തിന് സമ്മാനമായി പണിതു കൊടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഈ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വണ്ടർ സ്ട്രിപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സ്പ്ലോർ ഫോർട്ട് കൊച്ചി സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണിത്. പഴയ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം. വാസ്കോ ഡ ഗാമ സ്ക്വയറും അവിടുത്തെ കാഴ്ചകളും പിന്നെ ആസ്പിൻ വാൾ ഹൗസും അവിടുത്തെ ബിനാലയും ഇതൊക്കെയാണ് നമ്മൾ പഴയ എപ്പിസോഡിൽ കാണിച്ചത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പഴയന്നൂർ ഭഗവതി ക്ഷേത്രവും പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള മട്ടാഞ്ചേരി പാലസുമാണ്. അപ്പോൾ നമുക്ക് അകത്ത് പോയി പാർക്ക് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനിടെ 20 രൂപയാണ് പാർക്കിംഗ് ഫീസ്. അത് തിരിച്ചു വരുമ്പോൾ കൊടുത്താൽ മതി. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള വലിയൊരു കുളമാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ വെള്ള കെട്ടിടമാണ് മട്ടാഞ്ചേരി പാലസ്, അല്ലെങ്കിൽ ഡച്ച് പാലസ് എന്ന് പറയും. ആ ദൂരെ കാണുന്ന ആ ഒരു ഗോപുരം കണ്ടില്ലേ, അതാണ് സിനഗോഗ്. അപ്പോൾ നമ്മൾ ഈ സിനഗോഗിൻ്റെയും മട്ടാഞ്ചേരി പാലസിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. കൊച്ചി രാജാവിൻ്റെ പരദേവതയായ പഴയന്നൂർ ഭഗവതിയെ ഈ കൊട്ടാരത്തിൻ്റെ പൂജാമുറിയിൽ കുടിയിരുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഈ ഒരു കൊട്ടാരം ഡച്ച് പാലസ് എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ പറഞ്ഞു തരാം. പണ്ട് കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകാൻ 1545 പോർച്ചുഗീസുകാരാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. 6 വർഷത്തിന് ശേഷം ഡച്ചുകാർ അറ്റകുറ്റപ്പണികൾ നടത്തുകയും പിന്നീട് ഇത് ഡച്ച് പാലസ് എന്നറിയപ്പെടുകയും ചെയ്തു. എന്താ അല്ലേ? അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി കണ്ടു. നിങ്ങൾ ആ 500 വർഷത്തെ പഴക്കം ശരിക്കും മനസ്സിലാക്കണ്ടെങ്കിൽ ആ ഒരു അമ്പലത്തിൻ്റെ അകത്ത് കയറി കാണണം. നിങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ താല്പര്യപ്പെട്ട് വരുവാണെങ്കിൽ എന്തായാലും 10 മണിക്ക് മുന്നേ വരണം. 10 മണി കഴിഞ്ഞാൽ നടയടക്കും. പാലസിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മ്യൂസിയം ഉണ്ട്. എല്ലാ ദിവസവും 10 മണിക്കാണ് മ്യൂസിയം തുറക്കുന്നത്. നമ്മൾ കൃത്യം ആ സമയത്ത് വന്നുകൊണ്ട് ജസ്റ്റ് തുറന്നതേ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ മേലെയാണ്. മേലെ പോയി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാം. 5 രൂപയേ ഉള്ളൂ ടിക്കറ്റ് ചാർജ്.
അപ്പം പാലസിൻ്റെ അകത്ത് അല്ലെ മ്യൂസിയത്തിൻ്റെ അകത്ത് ഇതുപോലത്തുള്ള പെയിൻറ്റിങ്സും ഇതുപോലത്തുള്ള ഭംഗിയുള്ള മുറികളാണ് കാണാൻ പറ്റുക. വീഡിയോസും ഫോട്ടോഗ്രാഫീസും ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണുക. വെറും 5 രൂപയുള്ളൂ ടിക്കറ്റ്. നിങ്ങൾ രാവിലെ വരുവാണെങ്കിൽ അമ്പലത്തിലും പോയി മ്യൂസിയം കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു പോകാം. മട്ടാഞ്ചേരി പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എവിടെയും പോകുന്നില്ല, ഇനിയും ഉണ്ട് വീഡിയോസ്, ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഫോർട്ട് കൊച്ചി. അപ്പോൾ അടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.